ഡയറ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. പക്ഷെ നമ്മുടെ ഡയറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഉച്ചക്ക് 12 മണിക്ക്. അപ്പോഴേ എണീക്കുള്ളൂ. കാരണം ഞാൻ ലേറ്റ് നൈറ്റ് ആണല്ലോ ഉറങ്ങുന്നത്. ഉറങ്ങാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് രാവിലെ എണീക്കാനും ലേറ്റാണ്. പക്ഷേ ഡയറ്റിൽ ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബ്രോക്കലി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ, മൾബറി, ബെറീസ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീസണൽ ഫ്രൂട്ട്സ്, സീസണലായിട്ട് അല്ലാതെ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതശൈലിയോട് ആർക്കും താല്പര്യമില്ല. പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഓരോ ദേശത്തിനും കാലത്തിനും അവരുടേതായിട്ടുള്ള ആഹാരങ്ങളും ഭക്ഷണങ്ങളും പറയുന്നുണ്ട്. ആയുർവേദം എന്നല്ല, നമ്മുടെ നാട്ടിൽ പണ്ടേ പറയാറുണ്ട്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിൻ്റെ നടുക്കഷ്ണം തിന്നണം. നമ്മുടെ മലയാളീസിൻ്റെ സ്വഭാവം എന്താണ്? ഇവ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊക്കാളിയും അത് ഇത് പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അത്തരം സാധനങ്ങളൊക്കെ എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ട പുഴുങ്ങിയത്, ഒരു ഹാഫ് ക്യാബേജ്, ഹാഫ് കക്കരിക്ക, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്? നേരത്തെ പറഞ്ഞ പോലെ 11 മണിക്കോ 12 മണിക്കോ ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന സംഭവം കഴിഞ്ഞു വെക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ അത് ബ്രഞ്ചായി എല്ലാം കൂടി ചേർത്ത് പിന്നെ വേണ്ട, ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ബ്രഞ്ചിലേക്ക് മാറ്റി. അപ്പൊ അത് ഔഷധത്തിനും നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ്. അതാത് പ്രദേശങ്ങളിൽ കിട്ടുന്ന ഔഷധങ്ങൾ ശേഖരിച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഭക്ഷണത്തിനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വീടുണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. എല്ലാത്തിനും ആ ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഓസ്ട്രേലിയയിലുള്ള ആപ്പിൾ നമുക്ക് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് തിന്നാം. നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഇല്ല. നമ്മളെ ആപ്പിൾ ഏതാ? പേരക്കയാണ്. പക്ഷെ നമ്മൾ കാശ്മീരിലും പഞ്ചാബിലും ഉണ്ടാകുന്ന ആപ്പിൾ ഇവിടെ കൊണ്ട് കഴിക്കുകയാണ്. കാശ്മീരിലും പഞ്ചാബിലും ഇരിക്കുന്ന ഇരിക്കുന്ന ആളുകൾക്ക് കഴിക്കാനുള്ള പഴമാണ് ആപ്പിൾ. നമ്മളെ ചക്ക ഇവിടുന്ന് കയറ്റിപ്പോവാണ്. വലിയ വില കൊടുത്തിട്ട് ഇവിടുന്ന് ബോംബെയിലേക്കും മദ്രാസിലേക്കും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ അധികം ഉപയോഗിക്കുന്നത് മലയാളീസ് തന്നെയാണ്. പുറത്തെ ലുലു മാളിലൊക്കെ പോയി ചക്കക്കുരു 1 കിലോക്ക് 1000 രൂപയാണ്. ഇവിടെ വീട്ടുമുറ്റത്തുള്ള പ്ലാവിന്റെ മുകളിൽ നിന്ന് ചക്ക വീണ് കിടന്നു കയറാൻ ആളെ കിട്ടുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊത്തി മാടിയെടുത്തിട്ട് അവിടെ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ആർക്കും തയ്യാറില്ല. അപ്പോൾ ഈ ഭൂമി ഇല്ല. ഇന്നിപ്പോൾ എന്തെല്ലാം മെത്തേഡ് ഉണ്ട് അതിനൊക്കെ. ഈ ഗ്രോ ബാഗ്സ് ഉണ്ട്, ചട്ടി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നട്ടു വളർത്താവുന്ന വളരെ ചെറിയ നമ്മളെ വീട്ടാവശ്യത്തിലേക്കുള്ള വെണ്ടയ്ക്കും തക്കാളിയും പച്ചമുളകും ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും മെനക്കെടാറുണ്ടോ? വളരെ രാസവളങ്ങളൊന്നും ചേർക്കാത്ത ഇത്തരം ഭക്ഷണങ്ങൾ വെറുതെ കഴിച്ചാൽ തന്നെ അതാണ് ആയുർവേദം പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ അവിടെ നിൽക്കുന്നതാണ് ആയുർവേദം എന്നാണ്. നമ്മൾ പൊതുവെ മലയാളികളെ കുറിച്ച് പറയുന്നത് ഒരു തമാശ രൂപേണ പറയുന്നതാണ്. അഥവാ നമ്മൾ ചന്ദ്രന് പോയാലും അവിടെ ചന്ദ്രേട്ടൻ്റെ ചായക്കട ഉണ്ടാവും. അതേപോലെ ലോകത്തിന്റെ എവിടെ പോയാലും ഇപ്പോൾ മലയാളികളുണ്ട്. ഇപ്പം മലയാളികൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ചോറും കാര്യങ്ങളും വേണ്ടെങ്കിലും അവർ ഏത് ദേശത്താണോ പോയത് അവിടെ അവർക്ക് ചോറും കറിയും കഴിച്ചേ പറ്റുള്ളൂ. മലയാളികൾ ഇപ്പം അധികം വസിക്കുന്ന ഗൾഫ് നാടുകളിൽ അവിടുത്തെ ഭക്ഷണ രീതിയുമായിട്ട് പൊരുത്തപ്പെടാൻ എല്ലാ ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇവിടുന്ന് ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവിടുത്തെ കുമ്പളങ്ങും വെള്ളരിയും കറി വെച്ച് ചോറ് തിന്നാനാണ് ഇഷ്ടപ്പെടുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവിടുത്തെ അറബ്സ് ഏതുപോലെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് രോഗം വരില്ല. അതേ മലയാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ ബ്രോസ്റ്റ് കിട്ടും, എവിടെ ഷവായ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം ഇവിടെയും അവർ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നില്ല, അവിടെയും അവർ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ അവരെന്താ? ഒരു കൊലയാളിയാണ് ശരിക്കും, മലയാളികളല്ല. കാരണം അവർ തന്നെ അവർ കൊല ചെയ്യുകയാണ്. അപ്പം അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടേതായ ഭക്ഷണങ്ങളും രീതികളും അതനുസരിച്ച് നീങ്ങി പോകണം. കുറച്ചൊക്കെ ആവാം, നമ്മുടെ ഒരു ടേസ്റ്റ് വിട്ടു പോകാതിരിക്കാനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ലണ്ടനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ ഫുഡ് പോലുള്ള സംഭവം, അവിടെ ബ്രെഡ് ഐറ്റംസ് ആണ് അധികം ഉള്ളത്. അതാണ് അവർ കഴിക്കേണ്ടത്. അവർക്ക് ഓരോ രാജ്യത്തേക്കും അവരുടെ ഭക്ഷണ രീതി എന്താണെന്നുള്ളത് അവർക്കൊരു, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇൽഹാമിലൂടെ എന്ന് പറയും. ഒരു പ്രത്യേക രീതിയിൽ ദൈവം അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ എണ്ണ, നമുക്ക് എണ്ണയായിട്ട് തന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ് അല്ലേ? കേരളത്തിന് വെളിച്ചെണ്ണ തന്നത്. തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുള്ള കടലയുടെ എണ്ണയാണ്. കർണാടകയിൽ കൊടുത്തിട്ടുള്ള സൂര്യകാന്തിയുടെ എണ്ണയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പനയെണ്ണയുണ്ട്, കടുകെണ്ണയുണ്ട്. ഇതൊക്കെ ഇന്ത്യ രാജ്യത്തുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് മലേഷ്യയിൽ നിന്ന് പാം ഓയിൽ ഇറക്കുമതി ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇവിടുത്തെ വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾ, സോപ്പ് ഉണ്ടാക്കാനാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന മലേഷ്യയിലും സിംഗപ്പൂരിലേക്കും ഇവിടുന്ന് കണ്ടെയ്നറിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടുന്ന് പാം ഓയിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ബിസിനസ്സാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്നത്. എന്താണ് കാരണം പറഞ്ഞത്? വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉണ്ടാക്കും. പാം ഓയിൽ കൊളസ്ട്രോൾ ഇല്ലാത്തതാണ്.
നമ്മളപ്പോ ഈ പാം ഓയിൽ വാങ്ങിക്കുന്നതിനോട് കൂടി തന്നെ അസുഖങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. വാങ്ങിക്കുന്ന പാം ഓയിൽ കൊളസ്ട്രോൾ ഉള്ള സാധനമാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആണ് നമ്മളെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ചത്. അപ്പം അങ്ങനെ വന്നു. എന്നിട്ടോ ഇന്ന് അതുകൊണ്ടൊന്നും തീർന്നില്ല. എന്നിട്ട് കൊളസ്ട്രോളിൻ്റെ വലിയൊരു ചാർട്ട് ഏത് ഹാർട്ട് രോഗി ചെന്ന് കഴിഞ്ഞാലും, ഏത് സ്ട്രോക്ക് വന്ന ആളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാലും കൊളസ്ട്രോൾ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ ചാർട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രദർശിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ രോഗിക്ക് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ വന്നിട്ട് കൊടുക്കാറുണ്ട്. അതിൽ പറയുമ്പോൾ ഓരോ പദാർത്ഥത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെ അളവ് പറയുന്നുണ്ട്. അതിൽ മുട്ട മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 750 അങ്ങനെ എന്താണ്. മുട്ടയുടെ മഞ്ഞക്കറി മാത്രം എടുക്കുകയാണെങ്കിൽ 1850 മില്ലിഗ്രാം ഉണ്ട്. എന്തിൽ? 100 ഗ്രാമിൽ. ബീഫിൽ 100 ഗ്രാമിൽ 70 മില്ലിഗ്രാം ഉണ്ട്. ചിക്കനിൽ 60 മില്ലിഗ്രാം ഉണ്ട്. ബീഫിൻ്റെ ബ്രെയിൻ അതിൽ 3100 മില്ലിഗ്രാം ആണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ഘടകം കൊളസ്ട്രോൾ ആണെന്നല്ലേ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധം ഇവിടെയുള്ള ആളുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ തണ്ണിമത്തൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ, നനച്ചാൽ നന്നായിട്ട് നനച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ തണ്ണിമത്തൻ നല്ല വലുപ്പത്തിലുണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് കിട്ടുന്നത്? തലച്ചോറ് പോലെ ഒരു ചോറാണ്. അത് പിഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം മാത്രമാണ്. അപ്പോൾ വെള്ളം അതിന് ഇഷ്ടം പോലെ കൊടുത്തെങ്കിൽ മാത്രമേ അത് വളരുള്ളൂ. അതേപോലെ കൊളസ്ട്രോൾ ഒരു മെയിൻ ഘടകമായ ബ്രെയിൻ വളരണമെങ്കിൽ അതിന് കൊളസ്ട്രോൾ റിച്ചായ ഫുഡുകൾ തന്നെ കഴിക്കണം. വെളിച്ചെണ്ണ നമുക്ക് തന്ന സാധനം നമ്മൾ കഴിച്ചിരിക്കണം. നെയ്യ് നമുക്ക് കഴിച്ചിരിക്കണം. ആയുർവേദശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്ന സാധനമാണ് ധൃതി സ്മൃതി അല്ലേ. നമ്മുടെ ധൈര്യം ഉണ്ടാവാൻ, ഓർമ്മ കിട്ടാൻ, റീകലക്ട് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് കാര്യം തീരുമാനിക്കാനുള്ള കഴിവൊക്കെ കിട്ടണമെങ്കിൽ നെയ്യ് വേണം. ഇന്ന് കൊളസ്ട്രോളിൻ്റെ പേരും പറഞ്ഞിട്ട് അതിന് മരുന്നും കഴിച്ചിരിക്കുന്ന ആൾ 4-ാമത്തെ ദിവസം അയാളുടെ ഓർമ്മശക്തി കുറയാൻ തുടങ്ങും. ഞാൻ എഴുതിത്തരാം, അനുഭവങ്ങളാണ്. എന്തെങ്കിലും സ്വന്തം ഭാര്യയുടെ പേര് കഴിച്ചാൽ തലചൊറിയേണ്ട അവസ്ഥയാണ്, കിട്ടുന്നില്ല. അത്രയ്ക്ക് പെട്ടെന്നുള്ള ഷോർട്ട് ടേം മെമ്മറി ലോസ് അവർക്ക് വരുന്നുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം ഇതാണ് കൊളസ്ട്രോൾ. ഇന്നിപ്പോൾ അത് പറയുന്നില്ല. ഇന്ന് കൊളസ്ട്രോളിന് ഒരു വഴിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം എന്തിനെങ്കിലും നമ്മൾ ചാരി വെക്കുക എന്നുള്ള ഇവരുടെ സ്വഭാവമാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ വൈറ്റമിൻ D3 അല്ലെങ്കിൽ D12 എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വൈറ്റമിൻ D3 വെറുതെ കിട്ടുന്ന സാധനമാണ്. ഞാനൊക്കെ പോയിരുന്ന കാലത്ത് പഠിച്ചിരുന്ന കാലത്തൊക്കെ പറഞ്ഞ് പോക്ക് വെയിൽ കൊള്ളണം, ഉദിച്ചു ഉയർന്ന വെയിൽ കൊള്ളണം എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പറയുന്നത് 11 മണിക്ക് 12 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളണമെന്നാണ്. ആരെ കൊണ്ട് വെയിൽ കൊള്ളാൻ കഴിയും? ആ സമയത്ത് കരിഞ്ഞു പോകുന്ന ചൂടല്ലേ. അപ്പം അതൊക്കെ ഒരു ശരിയായ ന്യായമായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ വൈറ്റമിൻ D3 എന്നൊരു സാധനമാണ് ഇപ്പോൾ എല്ലാ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ D3 ടെസ്റ്റിംഗ് ആണ് എല്ലാ ഡോക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടുള്ളത്. എന്ത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയിലും പിന്നെ ബീഫിൻ്റെ ലിവറിൽ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കോഎൻസൈം Q10 എന്നൊരു എൻസൈം, ആ എൻസൈമാണ് സ്ട്രോക്ക് വന്ന ആളുകൾക്ക്, പാരാലിസിസ് വന്ന ആളുകൾക്ക്, ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക്, പിന്നെ സന്താന സൗഭാഗ്യം കിട്ടാത്ത ഇൻഫെർട്ടിലിറ്റിക്ക്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വലിയൊരു മരുന്നാണ്. ഈ കോഎൻസൈം Q10 ബീഫിലുണ്ട്. ഈ ബീഫ് നമ്മളോട് കഴിക്കരുതെന്ന് പറയാം. എന്നിട്ട് കോഎൻസൈം നമുക്ക് എഴുതി തരാൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുക. ഇതാണ് ബിസിനസ്. ഈ ബിസിനസ് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വേണമോ അത് തെറ്റാണെന്ന് പറയുക. ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഗതികേട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആയുർവേദം അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനുള്ളത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഇന്ന് നേരത്തെ പറഞ്ഞപ്പോൾ റിസർച്ച് നടത്തിയിട്ട് പറയുമ്പോഴാണ് നമുക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാലേ നമുക്ക് വിശ്വാസമുള്ളൂ. ഈ പടിഞ്ഞാറെന്ന് പറഞ്ഞത് തന്നെയാണ് എന്ത്? വെളിച്ചെണ്ണ കഴിക്കരുത്. കാരണം എന്തുകൊണ്ടറിയാം? ഇംഗ്ലണ്ടിൽ വെളിച്ചെണ്ണ കഴിച്ചിട്ട് കാര്യമില്ല, അവർക്ക് അവിടെ കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഇവിടുത്തെ ഏതെങ്കിലും ഡോക്ടറോ മറ്റാളുകളോ അത് നടത്തിയിട്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇവിടെ ആരും അതിൽ റിസർച്ച് നടത്തിയിട്ടില്ല, പുറമേ റിസർച്ചിന്. അപ്പോൾ ആ ബിസിനസ് തന്ത്രത്തിലേക്ക് പെടാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ആയുർവേദത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത്രയും പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ ആരോഗ്യപരമായി സന്തോഷപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ആയുർവേദത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.